മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തീർത്തും രാഷ്ട്രീയ പ്രേരിതമെന്ന് വസ്തുതകൾ നിരത്തി വിശദീകരിച്ചതാണ് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ നടപടി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് കേസുമായി കോടതിയിൽ പോയതെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അപവാദ കള്ളപ്രചരണത്തെ എതിർക്കുമെന്നും മുഖ്യമന്ത്രിയെയാണ് BJP ലക്ഷ്യമിടുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേസിന് പിന്നിൽ കൃത്യമായ അജണ്ടയാണ്. PC ജോർജിന്റെ മകനാണല്ലോ ഇടപെട്ടത്. രണ്ടാളും ഇപ്പോൾ BJPയിലാണല്ലോ എന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെ കാണാനിരിക്കുന്നു? കേസിന് പിന്നിൽ കൃത്യമായി തിരക്കഥയാണെന്നും തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ഉത്തരേന്ത്യയിലെ നേതാക്കളെ ശേഖരിക്കാൻ BJPക്ക് അറിയാമെന്നും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന ഭയമാണ് BJPക്കെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ തിരക്കഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി എന്തെല്ലാം കാണണം? SFIO അന്വേഷണത്തെ രാഷ്ട്രീയമായി ചേർക്കും, പ്രതിരോധിക്കും. KSIDCയുടെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പണവും സ്വാധീനവും ഉപയോഗിച്ച് വശത്താക്കുന്നു. പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിരുന്ന് പങ്കാളിയാക്കിയതും അതിന്റെ ഭാഗം തന്നെയാണ്. ആഹാരത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്നത് സംസ്കാരമല്ലെന്നാണ് പ്രേമചന്ദ്രനും UDFും പറയുന്നത്. മുഖ്യമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിന് പ്രതിപക്ഷം എത്താതിരുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അതേസമയം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെയുള്ള ഡൽഹി സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സമരം രാജ്യമാകെ ചർച്ചയായെന്നും BJPയെ ന്യായീകരിക്കുന്ന നിലപാട് കേരളത്തിലെ UDF സ്വീകരിച്ചുവെന്നും കർണാടകയ്ക്ക് സമരം വസ്തുതാപരമെന്ന് മനസ്സിലായി. കേരളത്തിലെ കോൺഗ്രസിന്റെ പാപ്പരത്വം തെളിഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ കേരളത്തിന്റെ സമരത്തിനെത്തി. കർണാടക സമരത്തിന് ദേശീയ നേതാക്കൾ എത്താത്തതിന് കാരണം കേരളത്തിലെ കോൺഗ്രസ് ആണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിടിവാശിയാണ് പിന്നിൽ. BJP ഗവൺമെന്റിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് മിണ്ടുന്നില്ല. BJPക്കെതിരെ ദേശീയ രാഷ്ട്രീയം ഒറ്റക്കെട്ടാകുന്നുവെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം വിദേശ സർവകലാശാലയെ CPM അനുകൂലിക്കുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. വിദേശ സർവകലാശാലയും സ്വകാര്യ മൂലധനവും പരിശോധിക്കാം എന്ന് മാത്രമാണ് ബജറ്റിൽ പറഞ്ഞത്. വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നിലപാടെടുക്കണം എന്നാണ് ചർച്ച. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിക്കൊണ്ട് വിദേശ സർവകലാശാലകളുടെ കാര്യം ചർച്ച ചെയ്യണമെന്നാണ് നിലപാടെന്നും വിഷയത്തിൽ പാർട്ടി പിന്നോട്ടെന്ന വാർത്തകളോട് പ്രതികരിക്കവേ MV ഗോവിന്ദൻ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മൂലധനം നേരത്തെ ആരംഭിച്ചതാണ്. സ്വകാര്യ മേഖലയെ ഫലപ്രദമായി ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാകണം ശ്രദ്ധ. പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം. തുല്യത വേണം. സുതാര്യതയും വേണം. സർക്കാരും പാർട്ടിയും രണ്ടും ഒന്നല്ല. പാർട്ടിയുടെ മുഴുവൻ നയങ്ങളും സർക്കാരിന് നടപ്പാക്കാനാകില്ല. പാർട്ടിയുടെ നയം ഒരു വശത്ത് നിൽക്കെ ആ പരിമിതിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യാനാകുമെന്നാണ് ചർച്ചയാക്കേണ്ടത്. വിദേശ സർവകലാശാല നിലപാടിൽ വേണ്ടത് തുറന്ന നിലപാടാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ മാസം 5-ന് അവതരിപ്പിച്ച രണ്ടാം LDF സർക്കാരിന്റെ 4ാം ബജറ്റിലാണ് സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. രണ്ടാം പിണറായി സർക്കാരിനും പാർട്ടിയും LDFും തയ്യാറാക്കിയ നയമാർഗ്ഗരേഖകളിൽ വിദേശ സർവകലാശാലയ്ക്ക് വ്യവസ്ഥയില്ല. പാർട്ടിയോ മുന്നണിയോ നയപരമായ തീരുമാനം എടുക്കാത്ത കാര്യമാണ് മന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതോടെയാണ് നടപടി CPMന് പുനഃപരിശോധിക്കേണ്ടി വന്നത്. കൃത്യമായ തിരക്കഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി എന്തെല്ലാം കാണണം? SFIO അന്വേഷണത്തെ രാഷ്ട്രീയമായി ചേർക്കും, പ്രതിരോധിക്കും.